ഫ്രണ്ട്സ്, അപ്പോൾ ടെല്ലാം ക്ലാസ്സിൻ്റെ ഒരു പുതിയ സെക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ പ്ലസ് ടുവിൽ ഫിസിക്സിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ബോർഡ് എക്സാം ഒക്കെ വരുവാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 2-3 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. പക്ഷേ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറേ ഒന്നും സംസാരിക്കാതെ ന്യൂക്ലിയയിലോട്ട് പോകാം അല്ലേ. എന്താ മക്കളെ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ആറ്റംസ് ഒക്കെ പഠിച്ചുകൊണ്ട് നമുക്കറിയാം എന്തോ ന്യൂക്ലിയസ് ന്യൂക്ലിയർ എന്നൊക്കെ അല്ലേ. അതായത് ആറ്റം ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ 90% മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസിറ്റീവ്ലി ചാർജ് ഒരു പാർട്ടിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ, ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് അല്ലേ, ന്യൂക്ലിയസ്. അപ്പം ന്യൂക്ലിയസ് എവിടെയായിരിക്കും, സെൻട്രൽ റീജിയനിലായിരിക്കും. ഇനി ആ ന്യൂക്ലിയസിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് അറിയാവോ? ന്യൂക്ലിയസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ആണ്. ഒരു ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ളത് അല്ലെങ്കിൽ ന്യൂക്ലിയയിലുള്ളത് എന്തൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ആണ് ന്യൂക്ലിയസിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയസ് അവിടെ കഴിഞ്ഞു. ഇനി ആ പ്രോട്ടോണും ന്യൂട്രോണും ആ ഒരു ന്യൂക്ലിയറിനെ നമുക്ക് എങ്ങനെ, ഒരു ആറ്റത്തിൻ്റെ ഒരു ന്യൂക്ലിയറിനെ തന്നാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് അറിയിക്കണം. നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് ഇസഡ് എ, ഇങ്ങനെയാണ് നമ്മളൊരു ന്യൂക്ലിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് ഇസഡ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്കൊരു ന്യൂക്ലിയസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് ഇസഡ് എ എന്നുള്ള ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യും. എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അറ്റോമിക് നമ്പർ ആണ്. ഇസഡ് അറ്റോമിക് നമ്പർ ആണ്. അതുപോലെ എ എന്താണ്? എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ആണ്. ആ ന്യൂക്ലിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ഇസഡ് എ എന്നാണ്. അവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ ആണ്. ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ഇനി ഈ മാസ് നമ്പർ എ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ മാസ് നമ്പർ എന്നല്ലേ. അപ്പൊ ആ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാമോ? ആ ഒരു ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സമ്മിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? മാസ് നമ്പർ എന്ന്. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോണിനെയാണ് അതിൻ്റെ അകത്തുള്ള ആ ഒരു ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും സമ്മിനെ വിളിച്ച പേരാണ് എന്താ? മാസ് നമ്പർ. അപ്പൊ പറയടാ, എന്തായിരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺ. ആ ഒരു ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോണിനെ വിളിച്ച പേരാണ് എന്താ? അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ അതിനെ വിളിച്ച പേരാണ് മാസ് നമ്പർ. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് മാസ് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്പർ ഓഫ് ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞേ. നമ്പർ ഓഫ് ന്യൂട്രോണിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ അത് എന്തിനു ഈക്വൽ ആയിരിക്കും? ഈ ഒരു മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുന്നതായിരിക്കത്തില്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ഇസഡ് എന്ന് എഴുതാം. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുന്നതായിരിക്കും നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇനി ആ ഒരു ന്യൂക്ലിയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. അവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതിൻ്റെ അകത്തുള്ള 3 ടേംസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോണം. നമ്മൾ കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള 3 ടേംസ് എന്തൊക്കെയാ? ഐസോടോപ്സ്, ഐസോബാർ, ഐസോട്ടോൺസ്. ആ പേര് തന്നെ ഉണ്ട്, നമുക്കറിയാം. എന്താ മക്കളെ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആണ്, 2 എലിമെന്റ്സിന് അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെ അവരുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആണെങ്കിൽ അവരെ വിളിച്ച പേര്, അങ്ങനെയുള്ള 2 ആറ്റംസിനെ വിളിച്ച പേരാണ് എന്ത്? ഐസോടോപ്സ് എന്നുള്ളത്. അവിടെ അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആണെങ്കിൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അവരുടെ പീരിയോഡിക് ടേബിളിൽ അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെയിം പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അപ്പോൾ ആരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആ സെയിം ആയി വരുന്നതെന്ന് വെച്ചാൽ ആരുടെയാണ്? ഐസോടോപ്പുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് സെയിം ആയിട്ട് വരുന്നത്. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. അപ്പോൾ ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എലിമെന്റ്സ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക. O816, O817, O818. ഇവിടെ നോക്ക 3 എണ്ണത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 8 ആണ് അല്ലേ? അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെ മാസ് നമ്പർ നോക്ക്. ഇവിടെ 16, ഇവിടെ 17, ഇവിടെ 18. മാസ് നമ്പർ എന്താ മക്കളെ? ഡിഫറെന്റ് ആണ്. ഇനി ഐസോബാർസ് എന്തുവാടാ? ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റംസ് ആണ്. അവർക്ക് എന്തുണ്ട്? ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. അവിടെ എന്താണ് മക്കളെ? ഡിഫറെന്റ് മാസ് നമ്പർ അല്ല, അവർക്ക് എന്താ? സെയിം മാസ് നമ്പർ ആണ്, പക്ഷേ എന്താണ്? ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ്. ഐസോബാർസ് എന്ന് പറയുമ്പോൾ അവർ എലമെന്റ്സ് ആണ്. അവർക്ക് എന്താണ്? അവരുടെ മാസ് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും, പക്ഷെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിളിച്ച പേരാണ് എന്ത്? ഐസോബാർസ്. ഓക്കെ അല്ലേ? അപ്പൊ അവരുടെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം.
സോഡിയം 1122, നിയോൺ 1022. രണ്ടിലും നോക്ക് 22 22. മാസ് നമ്പർ എന്താ? സെയിം ആണ്. അറ്റോമിക് നമ്പർ നോക്കി, ഇവിടെ 11 ഇവിടെ 10. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താ? ഡിഫറെൻ്റ് ആണ്. ഇനി ഇവിടെ നോക്ക് 20 കാൽഷ്യം 14, ആർഗൺ 18 14. രണ്ടിടത്തും മാസ് നമ്പർ നോക്കിയടാ 40 വെച്ചല്ലേ മാസ് നമ്പർ സെയിം ആണ്, അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ അവർ പീരിയോഡിക് ടേബിളിൽ എന്തായിരിക്കും? ഡിഫറെൻറ്റ് പ്ലേസസിലും ആയിരിക്കും. ഐസോടോപ്സ് ആണ് എന്ത് വരുന്നത്? സെയിം പൊസിഷനിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ടൈമാണ് ഐസോടോൺസ്. എന്തായിരിക്കും അപ്പോൾ ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഐസോടോപ്പും പറഞ്ഞു, ഐസോബാറും പറഞ്ഞു. അപ്പോൾ ഐസോടോൺസ് എന്തായിരിക്കും എടാ? ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ന്യൂട്രോണിന്റെ നമ്പർ സെയിം ആയിരിക്കും. ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ നമ്പർ സെയിം എങ്കിൽ അവരെ വിളിച്ച പേരാണ് എന്ത്? ഐസോടോൺസ്. അവർക്ക് എക്സാമ്പിൾ ആണ് ആര്? ക്ലോറിൻ 3770യും പൊട്ടാസ്യം 3990യും. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കാം. ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺ അപ്പോൾ എത്ര ആയിരിക്കും? 37 17 പോയാൽ 20. ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയായിരിക്കും? 39 19 പോയാൽ 20. രണ്ടിടത്തും ന്യൂട്രോണിന്റെ നമ്പർ സെയിം അല്ലേ? സോ അവരെന്തിന് എക്സാമ്പിൾ ആവോടാ? ഐസോടോൺസിന് എക്സാമ്പിൾ ആവും. അപ്പോൾ ഐസോടോപ്പ് അറിഞ്ഞിരിക്കാം, ഐസോബാർ അറിഞ്ഞിരിക്കാം, ഐസോടോൺസും അറിഞ്ഞിരിക്കാം. ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി അടുത്ത നോക്ക്. അടുത്ത അവിടുന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഡിഫറിംഗ് ഇൻ മാസ്. മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ് എങ്കിൽ അവരെ എന്തെന്നാ വിളിച്ചത്? ദേ ആർ കാൾഡ് ഐസോടോപ്സ്. ഐസോടോപ്സ് ആണ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻ്റ് മാസ് നമ്പർ. സൈസ് ഓഫ് ന്യൂക്ലിയസ്. അടുത്ത് നമ്മൾ ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടെന്നും ഒരു ന്യൂക്ലിയസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി സൈസ് ഓഫ് ന്യൂക്ലിയസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ആ വോളിയം അല്ലേ? ആ വോളിയം ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവരുടെ മാസ് നമ്പറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമുക്ക് പറയാം, ഒരു ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ വോളിയം കൂടി 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 വരുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? മാസ് നമ്പർ ആണ്. സോ വോളിയം എന്താണ്? 4/3 πr³ അല്ലേ? 4/3 πr³ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ. ഇവിടുന്ന് 4/3 π കോൺസ്റ്റന്റ് അല്ലേ? സോ r³ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ. ഇവിടുന്ന് r ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താടാ? a⁻⁴. ഇവിടുന്ന് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി എങ്ങനെ വരും? r = r0 a⁻⁴. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെയാണ് എന്ത്? r = r0 a⁻⁴. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഇതാണ് നമ്മുടെ സൈസ് ഓഫ് ന്യൂക്ലിയസിനെ വെച്ച് നമ്മൾ പറയേണ്ട റേഡിയസിനെ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിന്റെ റേഡിയസ് വെച്ചാൽ അത് r0 a⁻⁴ ഈക്വലായിരിക്കും. ഇനി ഇവിടെ r0യുടെ വാല്യൂ അറിയണം. r0 എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? 1.2 ഫെർമി മീറ്ററിന് ഈക്വലായിരിക്കും, അല്ലെങ്കിൽ 1.2 × 10⁻⁻15 മീറ്ററിന് ഈക്വലായിരിക്കും. ഓക്കെ അല്ലേ? r0യുടെ വാല്യൂ. ഇനി നമ്മളത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒന്ന് കമ്പയർ ചെയ്ത്, ഇപ്പോൾ അലൂമിനിയം അല്ലെങ്കിൽ വേറെ എലമെന്റ് തന്നിട്ട്, പൊട്ടാസ്യം അലൂമിനിയം ഒക്കെ തന്നിട്ട് കമ്പയർ ചെയ്ത് ഒന്നിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, മറ്റേതിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അങ്ങനെ കമ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാടാ? നമുക്ക് ഇവിടുന്ന് r1 = എങ്ങനെ എഴുതാം? r0 കോൺസ്റ്റന്റ് അല്ലേ? r0 a1⁻⁴ എന്ന് എഴുതിക്കൂടെ? അതുപോലെ r2 = എങ്ങനെ എഴുതാം? r0 a2⁻⁴ എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? r1/r2 = a1/a2⁻⁴. ഓക്കെ അല്ലേ? r1/r2 = a1/a2⁻⁴ എന്ന് എഴുതാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വെച്ചാൽ നമ്മൾ എഴുതണം വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി എന്താണ്? മാസ് നമ്പർ ആണ്. അവിടുന്ന് r = r0 a⁻⁴. അവിടുന്ന് കമ്പയർ ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഏത് റിലേഷൻ എടുക്കണം? r1/r2 = a1/a2⁻⁴. അപ്പോൾ ഇവിടെ നമ്മൾ അറിയണം റേഡിയസ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? റേഡിയസ് ഡിപ്പെൻഡന്റ് ഓൺ മാസ് നമ്പർ. മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമ്മൾ അറിയണം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതാണ് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ സൈസ് ഓഫ് ന്യൂക്ലിയസ് കഴിഞ്ഞ് ഇനി ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം ആണ് അല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ, ഒരു ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താടാ? അതിൻ്റെ അകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും സമല്ലേ? അതല്ലേ അതിന്റെ മാസ്. അതിൻ്റെ അകത്ത് ന്യൂക്ലിയസിലുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ? അപ്പോൾ അതിന്റെ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം a × ഒന്നിൻ്റെ മാസ് u ആണെങ്കിൽ, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആണെങ്കിൽ au അല്ലേ ടോട്ടൽ മാസ് വരിക, ഡിവൈഡഡ് ബൈ, നമുക്കിത് വായിച്ചാൽ au
ഡിവൈഡഡ് ബൈ വോളിയം എന്താ 4/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഇവിടുന്ന് AU ഡിവൈഡഡ് ബൈ 4/3 പൈ ആറിനെ എങ്ങനെ എഴുതാടാ R0 A⁻⁴ എന്ന് എഴുതിക്കൂടെ ദ വോൾ ക്യൂബ്. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു AU ഡിവൈഡഡ് ബൈ 4/3 പൈ R0 ക്യൂബ് A⁻⁴ ദ വോൾ ക്യൂബ് എന്ന് വരും A വരും. ഇവിടുന്ന് നമുക്ക് ഈ എയും കട്ട് ചെയ്ത് കളഞ്ഞൂടെ എയും കട്ട് ചെയ്തല്ലേ. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു U ഡിവൈഡഡ് ബൈ 4/3 പൈ R0 ക്യൂബ് എന്ന് കിട്ടത്തില്ലേ. യുവിൻ്റെ വാല്യൂ എത്രയാ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.6 × 10⁻⁻27. 4/3 പൈ കോൺസ്റ്റന്റ് അല്ലേ. R0യുടെ വാല്യൂ എത്രയാണ് 1.2 × 10⁻⁻50 മീറ്റർ. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. എല്ലാത്തിനും നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ഡെൻസിറ്റി 2.3 × 10⁻17 kg/m³ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വാല്യൂ എത്രയായിരിക്കും 2.3 × 10⁻17 kg/m³ ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് ന്യൂക്ലിയസ് ഇത് എന്തിന് ഡിപ്പെൻഡൻ്റ് ആണോ അത് മാസ് നമ്പർ അനുസരിച്ച് മാറും. അതൊരു കോൺസ്റ്റന്റ് അല്ലേ. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ. അത് മാസ് നമ്പർ മാറുന്നതനുസരിച്ച് മാറത്തില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ എന്നും കൂടെ അറിയിക്കാം. അതുകൊണ്ട് തന്നെ രണ്ട് ന്യൂക്ലിയസിന്റെ റേഷ്യോ ചോദിച്ചാൽ ഡെൻസിറ്റികളുടെ റേഷ്യോ ചോദിച്ചാൽ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ റേഷ്യോ ചോദിച്ചാൽ അത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും 1:1 ഈക്വൽ ആയിരിക്കും. കാരണം രണ്ട് വാല്യൂ കോൺസ്റ്റന്റ് അല്ലേ 2.3 × 10⁻17 അല്ലേ. അപ്പോൾ രണ്ട് കോൺസ്റ്റന്റ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 1:1 തന്നെ ആയിരിക്കും. അതും കൂടെ അറിഞ്ഞിരിക്കുക. കാരണം അത് എന്തിന് ഇൻഡിപെൻഡന്റ് ആണ് മാസ് നമ്പറിന് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ അല്ലേ. 2 ന്യൂക്ലിയർ ഹാവ് മാസ് നമ്പർ ഇൻ ദ റേഷ്യോ 1:8. നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാസ് നമ്പറിന്റെ റേഷ്യോ 1:8 എന്ന് തന്നിട്ടുണ്ട്. അതായത് A1/A2 എത്രയാ 1:8. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ന്യൂക്ലിയർ റേഡി. ന്യൂക്ലിയർ റേഡിയുടെ റേഷ്യോ ചോദിച്ചാൽ കണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞ കമ്പാരിസൺ ലെവൽ ഒരു ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം R1/R2 നമുക്ക് കണ്ടുപിടിക്കണ്ടേ അല്ലേ. റേഡിയസിന്റെ റേഷ്യോ ചോദിച്ചാൽ R1/R2 കണ്ടുപിടിക്കണ്ടേ. നമുക്കറിയാം R1/R2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ A1/A2 the whole raised to 1/3 ഈക്വലാണ്. സോ R1/R2 is equal to A1/A2 എത്രയാ 1/8 the whole raised to 1/3. ഇതിനെ 1/1/3 ഡിവൈഡഡ് ബൈ 8നെ എനിക്ക് എങ്ങനെ എഴുതാം 2 ക്യൂബ് എഴുതാം. 2 ക്യൂബ് the whole raised to 1/3. ഈ 3യും 3യും വെട്ടിപ്പോകത്തില്ലേ 1/1/3 എന്താ 1 തന്നെ 1/2 എന്ന് കിട്ടും. സോ നമുക്ക് പറയാം R1/R2 റേഡിയയുടെ റേഷ്യോ എത്രയാണ് മക്കളെ റേഡിയയുടെ റേഷ്യോ 1:2 ആണ്. എങ്കിൽ ഡെൻസിറ്റിയുടെ റേഷ്യോ പറഞ്ഞാൽ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ റേഷ്യോ എന്തായിരിക്കും മാസ് നമ്പറിനനുസരിച്ച് അത് മാറുമോ അത് മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ല. അവിടെ ഇപ്പം ഡെൻസിറ്റിയുടെ റേഷ്യോ ചോദിച്ചിരുന്നെങ്കിൽ D1/D2 എന്തിന് ഈക്വൽ ആയിരുന്നു 1:1 ഈക്വൽ ആയിരുന്നു. ക്ലിയർ അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ് U92 to 238. ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടോൺ ന്യൂട്രോണിന്റെ നമ്പർ അറിയണം. ഓക്കെ അല്ലേ. പറഞ്ഞേ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാ അത് അറ്റോമിക് നമ്പറിന് ഈക്വലാ. അറ്റോമിക് നമ്പറിന്റെ വാല്യൂ ഇവിടെ എത്രയാ 92. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാ 92 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കും നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ പോകുന്നതിനല്ലേ A - Z ഈക്വലാ. ഇവിടെ എയുടെ വാല്യൂ എത്രയാ 238. 238 92 പോകണം എത്ര കിട്ടും നമുക്ക് 146 എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺ എത്ര കിട്ടി 146 കിട്ടി. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്ര കിട്ടി 92 കിട്ടി. ഓക്കെ അല്ലേ. ഓക്കെ അടുത്തത് അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് ഒരു AMU അല്ലെങ്കിൽ എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാ പറയുന്നത്. ദി മാസ് ഓഫ് ആൻ ആറ്റം ഈസ് എക്സ്ട്രീംലി സ്മാൾ. നമുക്കറിയാം ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് എന്താ എക്സ്ട്രീംലി സ്മാൾ ആണ്. സോ ഇറ്റ് ഈസ് ഇൻകൺവീനിയന്റ് ടു റെപ്രസെന്റ് ഇൻ കിലോഗ്രാം. അതുകൊണ്ട് തന്നെ അതിനെ കിലോഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. സോ നമ്മൾ എന്ത് ചെയ്തു ഒരു വളരെ സ്മാൾ യൂണിറ്റ് ആയിട്ടുള്ള AMUയിൽ റെപ്രസെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി എന്താ ഒരു AMU എന്ന് അറിയണ്ടേ. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളയാ 1 AMU is defined as the 1/12 the mass of carbon 12 atom. ഒരു കാർബൺ 12 ആറ്റത്തെ എടുക്കുക അതിനെ 12 പീസായിട്ട് മുറിച്ചു. അപ്പോൾ അതിൽ ഒരു പീസിന്റെ മാസ് ഇല്ലേ അതിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ ഒരു AMU എന്ന് പറഞ്ഞാൽ. ആ ഒരു AMU എന്ന് പറഞ്ഞാൽ അത് എത്ര കിലോഗ്രാം ആണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. 1.66 × 10⁻⁻27 കിലോഗ്രാമിന് ഈക്വലാണ്. ഓക്കെ അല്ലേ. അപ്പോൾ AMUയിലാണ് നമ്മൾ മാസ് ഒക്കെ പറയുന്നത്. അതാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേടാ. ഓക്കെ
അവിടെ നമ്മൾ അടുത്തതാണ് മാസ് എനർജി ഇക്വലൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഐൻസ്റ്റീനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഡ്യുവൽ നേച്ചറിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഐൻസ്റ്റീൻ എന്ത് കണ്ടുപിടിച്ചു? എനർജിയെ എങ്ങനെ മാസ് ആക്കാം, മാസിനെ എങ്ങനെ എനർജി ആക്കാം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഐൻസ്റ്റീൻ. അങ്ങനെ ഐൻസ്റ്റീൻ ആണ് മാസ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, എനർജിയുടെ മറ്റൊരു ഫോം ആണെന്നും അങ്ങനെയുള്ള ആ ഒരു ഫോമിനെ, ആ ഒരു മാസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ആളാണ് ആര്? ഐൻസ്റ്റീൻ. അങ്ങനെ ഐൻസ്റ്റീൻ കൊണ്ടുവന്ന റിലേഷനാണ്, നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേൾക്കുന്ന റിലേഷനാണ് E = mc². E = mc². അങ്ങനെയാണ് ഐൻസ്റ്റീൻ എന്ത് തന്നത്? മാസ് എനർജി ഇക്വലൻസ് റിലേഷൻ തന്നത്. ആ റിലേഷനാണ് എന്ത് മക്കളെ? E = mc². അതായത് മാസിനെ എന്തിന്റെ ഫോമിലാക്കാൻ പറ്റും? എനിക്ക് എനർജിയുടെ ഫോമിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഒരു c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ സിയുടെ വാല്യൂ എത്രയാണ്? 3 × 10⁸ m/s. അപ്പൊ ഇതുകൊണ്ട് ഇതിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? മാസിനെ എനിക്ക് എന്തിലാക്കി മാറ്റാം? എനർജിയിലാക്കി മാറ്റാൻ പറ്റും എന്ന് ആര് പറഞ്ഞു? ഐൻസ്റ്റീൻ പറഞ്ഞു. ക്ലിയർ അല്ലേടാ? ഫൈൻഡ് ദി എനർജി ഇക്വലന്റ് ഓഫ് 1 AMU. ഒരു അറ്റോമിക് മാസ് യൂണിറ്റിന്റെ എനർജി ഇക്വലന്റ് കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു എനർജി മാസ് റിലേഷൻ അല്ലേ? ഐൻസ്റ്റീൻ്റെ എന്താണ്? E = mc² എന്നുള്ള റിലേഷൻ നമ്മളിപ്പോൾ നോക്കിയായിരുന്നു. അപ്പോൾ ഒരു AMUവിന്റെ എനർജി ഇക്വലന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ മാസ് എത്രയാണ് മക്കളെ? ഒരു AMU അല്ലേ? ഒരു AMU എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1.66 × 10⁻⁻27 കിലോഗ്രാം അല്ലേ ഒരു AMU എന്ന് പറഞ്ഞാൽ? അതെ, നമ്മളിപ്പോൾ നോക്കിയായിരുന്നു. അപ്പോൾ E = മാസിന് വരെ നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം? 1.66 × 10⁻⁻27 എന്ന് ഇട്ട് കൊടുക്കാം. c². സിയുടെ വാല്യൂ എത്രയാ? 3 × 10⁸ അതിന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇപ്പൊ കിട്ടുന്ന എനർജി എന്തിലായിരിക്കും? ജൂളിലായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ എന്തിൽ കിട്ടണം? നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോടാ? ഇതിനെ 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തിൽ കിട്ടും? ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. അങ്ങനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ എത്രയെന്ന് കിട്ടുമെന്ന് അറിയാവോ? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാം ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്, ഒരു AMU എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആടാ? ഒരു AMU എന്ന് പറഞ്ഞാൽ അത് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിക്ക് ഈക്വൽ ആണ്. ഒരു AMU എന്ന് പറഞ്ഞാൽ അത് 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിക്ക് ഈക്വൽ ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ AMUలో കിട്ടുന്നെങ്കിൽ നമുക്ക് എന്താ ഡയറക്റ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 931.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ എനർജി കിട്ടും. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു ടൈമാണ് മാസ് ഡിഫെക്റ്റ്. നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ടൈമാണ് മാസ് ഡിഫെക്റ്റ്. എന്താ മാസ് ഡിഫെക്റ്റ് എന്നറിയാവോ? എൻ്റെ കയ്യിൽ മക്കളെ ഇപ്പോൾ 8 പ്രോട്ടോൺ ഉണ്ട്, 8 ന്യൂട്രോണും ഉണ്ട്. 8 പ്രോട്ടോണും ഉണ്ട്, 8 ന്യൂട്രോണും ഉണ്ട്. ഇവർ ഇങ്ങനെ 8 പ്രോട്ടോണും 8 ന്യൂട്രോണും ആയിട്ടിരിക്കുമ്പോൾ ഉള്ള മാസ്, ഞാൻ ഒരു ജസ്റ്റ് വെറുതെ പറയാം, ഉള്ള മാസ് 20 കിലോഗ്രാം ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരിങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ്. എനിക്ക് വിചാരിച്ചു അവർ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തൊരു ന്യൂക്ലിയസ് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഞാൻ ന്യൂക്ലിയസ് ഉണ്ടാക്കി. 8 പ്രോട്ടോണും 8 ന്യൂട്രോണും ചേർന്ന് ഞാൻ എന്തുണ്ടാക്കി? ന്യൂക്ലിയസ് ഉണ്ടാക്കി. ന്യൂക്ലിയസ് ഉണ്ടാക്കുമ്പോൾ ഇവരുടെ മാസ് 20 കിലോഗ്രാം കാണത്തില്ല. എത്രയേ കാണുള്ളൂ? 19.99 കിലോഗ്രാം ഒക്കെ കാണുള്ളൂ. 19.99 കിലോഗ്രാം ഒക്കെ കാണും. അപ്പം നിങ്ങൾ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു, അതായത് പ്രോട്ടോണും ന്യൂട്രോണും തന്നെയാണ് ഉള്ളത്. അവർ ചേർന്ന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറിയപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു വളരെ ചെറിയ അളവിൽ ഒരു മാസ് കുറവുണ്ടായില്ലേ? ആ കുറവിനുള്ള മാസിനെ വിളിച്ച പേരാണ് മാസ് ഡിഫെക്റ്റ് എന്ന്. ആ കുറഞ്ഞ മാസിനെ വിളിച്ച പേരാണ് മാസ് ഡിഫെക്റ്റ്. അപ്പോൾ നോക്ക്, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ മാസ് ഓഫ് എ സ്റ്റേബിൾ ന്യൂക്ലിയസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ടോട്ടൽ മാസ് ഓഫ് ദി കോൺസ്റ്റന്റ് ന്യൂക്ലിയസ്. അതായത് കോൺസ്റ്റന്റ് ന്യൂക്ലിയസിന്റെ ടോട്ടൽ മാസിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ടുഗദർ വിളിച്ച പേരാണ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ആ ഒരു ന്യൂക്ലിയോൺസിന്റെ മാസിനേക്കാളും കുറവായിരിക്കും സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ മാസ്. അങ്ങനെ ആ ഒരു കുറവ് വന്നില്ലേ, ആ ഒരു ഡിഫെക്റ്റ്, ആ കുറവിനെ വിളിച്ച പേരാണ് എന്ത്? മാസ് ഡിഫെക്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു മാസ് തമ്മിലുള്ള ഡിഫറൻസ്. The difference between the sum of the masses of nucleons constituting a nucleus and the rest mass of nucleus is known as mass defect. Okay അല്ലേ? അത് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എം എന്നാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ആ ഡെൽറ്റ എമ്മിനെ നമുക്ക് എന്ത് ചെയ്യാടാ? എങ്ങനെ ഇക്വേഷൻ ഫോർമാറ്റിലാക്കാമെന്ന് പറഞ്ഞുതരാം.
എൻ്റെ എലമെൻറ്റിൻ്റെ ഫോർമാറ്റാണ് എക്സ് എ ഇസഡ്. ഇനി എനിക്കറിയാം ഒരു പ്രോട്ടോണിൻ്റെ മാസ് എം പി ആണെന്ന് ഇരിക്കട്ടെ, ഒരു ന്യൂട്രോണിൻ്റെ മാസ് എം എൻ എന്ന് ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ എലമെൻറ്റിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാ? ഇസഡിന് ഈക്വലാ. അപ്പോൾ ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്തൊരു ഇസഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്, ഒരു പ്രോട്ടോണിന്റെ മാസ് എം പി. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ എന്ത് വരും? ഇസഡ് എം പി എന്ന് വരും. ഇത് പ്രോട്ടോണിന്റെ ടോട്ടൽ മാസ്. ഇനി ന്യൂട്രോണിന്റെ ടോട്ടൽ മാസ് വേണ്ടേ? നമ്പർ ഓഫ് ന്യൂട്രോൺ എന്താണ് ഇവിടുന്ന്? എ ആണ് മാസ് നമ്പർ, ഇസഡ് ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് എ മൈനസ് ഇസഡിന് ഈക്വലാ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? എ മൈനസ് ഇസഡ് ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻറ്റു ഒരു ന്യൂട്രോണിന്റെ മാസ്, അപ്പോൾ ടോട്ടൽ ന്യൂട്രോണിന്റെ മാസ് കിട്ടാം ഇൻറ്റു എം എൻ. ഓക്കെ അല്ലേ? ഇതിപ്പോൾ എന്തായി? പ്രോട്ടോണിന്റെ ടോട്ടൽ മാസ് ആയി, ന്യൂട്രോണിന്റെ ടോട്ടൽ മാസ് ആയി. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയസ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മാസ് കുറയുമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇതാണ് മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് ഇരിക്കട്ടെ, ക്യാപിറ്റൽ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതാണ് എന്ത് മക്കളെ? മാസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? മാസ് ഡിഫെക്റ്റ് ഡെൽറ്റ എം. അപ്പോൾ ഡെൽറ്റ എമ്മിന്റെ ഇക്വേഷൻ കാണാതെ ഒന്നും പഠിക്കേണ്ട, ഈ ഒരു ഫോർമുല എഴുതി പഠിച്ചാൽ മതി. ഒന്ന് പറഞ്ഞേ, ഇസഡ് എം ബി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ മൈനസ് എം. അതിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? മാസ് ഡിഫെക്റ്റ്. ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മാസ് ഡിഫെക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് പോകുന്നതാണ് ബൈൻഡിങ് എനർജിയിലോട്ട്. എന്തിലോട്ടാണ് മക്കളെ? ബൈൻഡിങ് എനർജിയിലോട്ട്. എന്താ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ? ഇത് ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എനർജി ഈക്വലന്റ് ടു ദ മാസ് ഡിഫെക്റ്റ്. നമ്മൾ പഠിച്ചു ഒരു മാസിന്റെ എനർജി ഈക്വലന്റ് ഇക്വേഷൻ ആണ് E ഈസ് ഈക്വൽ ടു mc². അങ്ങനെ എഴുതുമ്പോൾ ഒരു മാസ് ഡിഫെക്റ്റിന്റെ എനർജി ഈക്വലന്റിനെ വിളിച്ച പേരായിരുന്നു ബൈൻഡിങ് എനർജി എന്ന്. അപ്പൊ മാസ് ഡിഫെക്റ്റിന്റെ എനർജി ഈക്വലന്റ് എങ്ങനെ എഴുതുന്നത്? ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു മാസ് ഡിഫെക്റ്റ് അല്ലേ, ഡെൽറ്റ എം ഇൻറ്റു c². ഇതിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ബൈൻഡിങ് എനർജി, ഡെൽറ്റ എം c². ക്ലിയർ അല്ലേ? ഇത് ഇക്വേഷൻ ഫോം ചെയ്യുന്ന രീതി പറയാം. അല്ലാതെ നമുക്ക് പറയാം ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ചെന്ന് ന്യൂക്ലിയസ് ആയില്ലേ, ആ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് ന്യൂട്രോണും പ്രോട്ടോണും ആക്കാൻ വേണ്ടി കൊടുക്കുന്ന എനർജി എന്ത് വിളിക്കാം? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കാം. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇനി ഇഫ് ഡെൽറ്റ എം ഈസ് ദ മാസ് ഡിഫെക്റ്റ് ഓഫ് ന്യൂക്ലിയസ്, ഡെൽറ്റ എം എന്താ? മാസ് ഡിഫെക്റ്റ് ആണ്. അത് അപ്പോഴാണെങ്കിൽ നമുക്ക് പറയാം ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷൻ വെച്ച് ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം c². ഈ ഇക്വേഷൻ നോട്ട് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഡെൽറ്റ എമ്മിന് മറ്റേ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് എന്ത് കിട്ടും? ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഇസഡ് എം പി പ്ലസ് എ മൈനസ് ഇസഡ് എം എൻ മൈനസ് എം. ഇതായപ്പോൾ മാസ് ഡിഫെക്റ്റ് ആയി. ഇതിനെ ബ്രാക്കറ്റിലിട്ട് ഇൻറ്റു c². ഇപ്പം എന്തായി? ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനായി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ടേമാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ഡെഫിനിഷനായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ആവറേജ് എനർജി റിക്വയർഡ് ടു എക്സ്ട്രാക്ട് വൺ ന്യൂക്ലിയോൺ ഫ്രം ദ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ന്യൂക്ലിയോണെ എക്സ്ട്രാക്ട്, ഒരു ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണല്ലോ? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും. ആ ഒരു ന്യൂക്ലിയോണെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവറേജ് എനർജിയെ വിളിച്ച പേരാണ് എന്ത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്നുള്ളത്. It is obtained by dividing the binding energy of the nucleus by the number of nucleons it contains. Number of nucleons it contains എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആവും? മാസ് നമ്പറിന് ഈക്വൽ ആവും. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ EBN എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് എന്തിന് ഈക്വൽ ആവും? ബൈൻഡിങ് എനർജിയെ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആവും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പർ. ഓക്കെ അല്ലേ? ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ വാല്യൂ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെബിലിറ്റി പറയുന്നത്. അപ്പോൾ ആരാണ്, ഏത് ടേമാണ് സ്റ്റെബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയണം ഏത് ടേമാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ വാല്യൂ കുറവാണെങ്കിൽ അതെന്തല്ല? സ്റ്റേബിൾ അല്ല. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയാൽ നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്കൊരു കർവ് പഠിക്കാനുണ്ട്. അതാണ് ബൈൻഡിങ് എനർജി കർവ്. ഓക്കെ അല്ലേ? ഈ കർവ് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ. നമ്മൾ ഒരുപാട് ഫെമിലറൈസ് ആയിട്ടുള്ള നമ്മുടെ ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കർവാണ്. ഇതെങ്ങനെ ഈ കർവ്? ഇങ്ങനെ ഒന്ന് കൂടുന്നു, പിന്നെ കുറയുന്നു,
പിന്നെയും കൂടുന്നു, പിന്നെയും കൂടുന്നു, പിന്നെ കുറയുന്നു, പിന്നെ ഇങ്ങനെ കൂടി കൂടി മാക്സിമം വാല്യൂവിലെത്തുന്നു, പിന്നെ കുറഞ്ഞു 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 വരുന്നു. ഇതാണ് ബൈൻഡിങ് എനർജി കർവ്. ഇത് അങ്ങനെ എക്സാമിന് വരയ്ക്കാനായിട്ടൊന്നും ചോദിക്കത്തില്ല, എങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഈ കർവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് നോക്കേ, ഇതിൽ നോട്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്കിപ്പോൾ എക്സാം അടുത്ത് വരും. അപ്പോൾ കുറച്ച് പോയിന്റ്സ് മെയിനായിട്ട് നോക്കാനുള്ള പോയിന്റ്സ് പറഞ്ഞുതരാം. The binding energy per nucleon is almost constant for nuclei where mass number ranges as 13 to 170. അതായത് മാസ് നമ്പർ ഒരു 30 മുതൽ 170 വരെ ഈ ഒരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ കർവ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് almost constant for nuclei where mass number ranges from 30 to 170. The maximum value of binding energy per nucleon is 8.75 mega electron volt for iron and it is 7.7 mega electron volt uranium. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ എവിടെയാണ്? അയണിനാണ്. അത് എത്രയാടാ? 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോന്റെ വാല്യൂ കൂടുതലുള്ളത് ഏത് എലമെന്റാണ്? അയണിനാണ്. അതിന്റെ വാല്യൂ എത്രയാ? 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇനി യുറാനിയത്തിന്റെ വാല്യൂ കൂടെ ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അത് രണ്ടും നോട്ട് ചെയ്യാം. They appear narrow spikes in the curve which shows extra stability. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഒരു നാരോ പീക്ക് ഉണ്ട്, കണ്ടോ? പിന്നെയും കുറയുന്നു, പിന്നെ അടുത്തൊരു നാരോ പീക്ക് ഉണ്ട്, പിന്നെയും കുറയുന്നു, പിന്നെ അടുത്തൊരു നാരോ പീക്ക് ഉണ്ട്. ഈ നാരോ പീക്ക് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഹീലിയത്തിന് ഇവിടെ എന്താ നാരോ പീക്ക്, അതെന്താ റിസംബിൾ ചെയ്യുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെന്താണ്? അതിൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി, അതിൻ്റെ അടുത്തടുത്തുള്ള കോൺസ്റ്റുവൻ്റ് ആറ്റം ആയിട്ട് നോക്കുമ്പോൾ അതിനെന്തുണ്ട്? ആ ന്യൂക്ലിയസിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് എന്തുദ്ദേശിക്കുന്നത് മക്കളെ? ഈ നാരോ പീക്സ് ഉദ്ദേശിക്കുന്നത്. There appear narrow spikes in the curve which shows extra stability. ആ ഒരു കോൺസ്റ്റന്റ് അല്ലെ ആ ഒരു ന്യൂക്ലി അടുത്തടുത്തുള്ള കോൺസ്റ്റന്റ് ന്യൂക്ലി വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും? എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും. ആ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാരോ സ്പൈക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നാരോ പീക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത പോയിന്റ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഈസ് ലോവർ ഫോർ ലൈറ്റർ ന്യൂക്ലിയർ ആൻഡ് ആൾസോ ഫോർ ഹെവിയർ ന്യൂക്ലിയർ. നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റർ ന്യൂക്ലിയസിന്, കണ്ടോ, ഈ ഒരു ലൈറ്റർ ന്യൂക്ലിയസിനും ഈ ഹെവിയർ ന്യൂക്ലിയസിനും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ എന്താ? ലോവർ ആണ്. അതാണ് അടുത്ത പോയിന്റ്. അപ്പൊ ബൈൻഡിങ് എനർജി കർവിൽ നിന്ന് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പോയിന്റ്സ് എഴുതാൻ പറഞ്ഞാൽ ഈ 3 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഇനി എന്തുകൊണ്ട് ഇവിടെ രണ്ടിടത്തും ലോ? അതുകൊണ്ടാണ്, ഈ ഒരു ലോ ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്തൊക്കെ നടക്കുന്നത്? നമ്മൾ പഠിക്കുന്ന ഫ്യൂഷനും ഫിഷനും നടക്കുന്നു. ഓക്കെ അല്ലേ? എന്താ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയർ, അതല്ലേ ഫ്യൂഷൻ. അത് കാരണം എന്താ? ഈ ലൈറ്റർ ന്യൂക്ലിയസിന്, ഇവിടെ ലൈറ്റർ ന്യൂക്ലിയസിന് എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കുറവാണ്. അങ്ങനെ ഇവർക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കുറവായതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് 2-3 ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയർ മാറും. എന്തിനാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂട്ടാൻ. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത്? ഫ്യൂഷൻ. കമ്പൈൻ ചെയ്ത് ഒരു ബിഗർ ന്യൂക്ലിയായിട്ട് മാറി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂട്ടുന്ന ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത് മക്കളെ? ഫ്യൂഷൻ. ഓക്കെ അല്ലേ? ഇനി ഹെവിയർ ന്യൂക്ലിയസിനും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കുറവാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? അവർ സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. അവർ ബ്രേക്ക് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയായിട്ട് മാറ്റും. എന്തിനാണ്? അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂട്ടാൻ. അതിനെ വിളിച്ച പേരാണ് ഫിഷൻ. അപ്പൊ ഫ്യൂഷനും ഫിഷൻ എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കാം. 2 ഫ്യൂഷൻ നടക്കുന്നതിൽ ഫിഷൻ നടക്കുന്നതിൽ എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. വിച്ച് എലിമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഷോസ് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ആർക്കാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ മാക്സിമം ആയിട്ടുള്ളത്? ആർക്കാ? അയണിന്. അയൺ 56. അതിന്റെ വാല്യൂ എത്രയാണ്? 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതാണ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ ന്യൂക്ലിയർ പറ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റിയിട്ട്. ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റി പറയാൻ നമുക്കറിയാം, അതാണ് എന്ത്? സ്ട്രോങ് ഫോഴ്സ്. ദ സ്ട്രോങ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ദ ന്യൂക്ലിയോൺസ് ഇൻ എ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂക്ലിയോൺസ്, അതായത് ന്യൂട്രോണെ പ്രോട്ടോണെ ബൈൻഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സിനെ വിളിച്ച പേരാണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ന്യൂക്ലിയർ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിയാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്താ ക്യാരക്ടറിസ്റ്റിക്സ്?
It is the strongest force existing in nature. നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 10⁻33 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മളെ എർത്തിങ്ങനെ പുൾ ചെയ്യുന്ന ഫോഴ്സ് ഇല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ 10⁻33 ടൈംസ് എന്താ മക്കളെ? സ്ട്രോങ്ങർ ആണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. സെക്കൻഡ് പോയിന്റ് എന്താ? ഇറ്റ് ഈസ് 10⁻33 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അവരെന്താണ്? ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അവർ കുറച്ച് റേഞ്ചിലേ അവരെന്ത് ചെയ്യുള്ളൂ, ഇത് ചെയ്യുള്ളൂ. അല്ലാതെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ലോങ് റേഞ്ച്, എത്ര ദൂരമാണ് ഇത് എന്താണ്? ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ചാർജ് ഇൻഡിപെൻഡന്റ് ആൻഡ് മാസ് ഇൻഡിപെൻഡന്റ്. ന്യൂക്ലിയർ ഫോഴ്സ് ചാർജും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, മാസും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, ഒരു പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ഇടയ്ക്കുള്ള ന്യൂക്ലിയർ ഫോഴ്സും രണ്ട് പ്രോട്ടോണിന്റെ ഇടയ്ക്കുള്ള ന്യൂക്ലിയർ ഫോഴ്സും രണ്ട് ന്യൂട്രോണിന്റെ ഇടയ്ക്കുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ന്യൂക്ലിയർ ഫോഴ്സ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ചാർജോ അല്ലെങ്കിൽ മാസോ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ. സോ the force between two protons, two neutrons and a proton and a neutron are of equal strength. അത് ചോദിച്ചിട്ടുണ്ട് ആ ഓർഡർ. പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും പ്രോട്ടോൺ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും ന്യൂട്രോൺ തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിന്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ചാർജ് ആൻഡ് മാസ് ഇൻഡിപെൻഡന്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ഫിഷൻ. ലാസ്റ്റ് നമ്മുടെ ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും. എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രം ദ ബൈൻഡിങ് എനർജി കർവ്. നമ്മൾ ആ ഒരു ബൈൻഡിങ് എനർജി കർവ് എന്ത് ചെയ്ത് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ലൈറ്റർ ന്യൂക്ലിയർ ഹാവ് ലോ ബൈൻഡിങ് എനർജി. ലൈറ്റർ ന്യൂക്ലിയക്ക് എന്തായിരുന്നു? ബൈൻഡിങ് എനർജി. ഇപ്പം ന്യൂക്ലിയറിന്റെ വാല്യൂ ലോ ആയിരുന്നു. ആൻഡ് ഹെൻസ് ലോ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് തന്നെ അവരെന്തായിരുന്നു? സ്റ്റേബിൾ അല്ലായിരുന്നു, കുറഞ്ഞ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. Therefore, they combine to form heavier nucleus, thereby increasing binding energy per nucleon and stability. This process is called nuclear fusion. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാ. ബൈൻഡിങ് എനർജി കർവ് നോക്കിയപ്പോൾ ലൈറ്റർ ന്യൂക്ലിയസിന് എന്താ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കുറവായിരുന്നു, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറവായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? അവര് കമ്പൈൻ ചെയ്ത് ഹെവി ന്യൂക്ലിയായിട്ട് മാറി. എന്തിനാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയറിന്റെ വാല്യൂ കൂട്ടി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി ഫിഷൻ എന്താ? ഇത് ഹെവിയർ എലമെന്റ്സ് ലൈക്ക് യുറാനിയം ആയിട്ടുള്ള ലൈക്ക് ഹെവിയർ എലമെന്റ്സ് എന്ത് ചെയ്യുന്നു? ദേ ഹാവ് ലോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അവരുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയന്റെ വാല്യൂ ലോ ആണ്. ഹെൻസ് ലോ സ്റ്റെബിലിറ്റി, അവർക്ക് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. Therefore, they split into lighter nuclei. അവർ എന്ത് ചെയ്യും? ലൈറ്റർ ന്യൂക്ലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Thereby increase. അങ്ങനെ ലൈറ്റർ ന്യൂക്ലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയന്റെ വാല്യൂ കൂടും. അങ്ങനെ അവർക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിനെ വിളിച്ച പേരായിരുന്നു ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്യൂഷനും ഫിഷനും ക്ലിയർ ആയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഫിഷന്റെ റിയാക്ഷനൊക്കെ പറ്റി പറയാം. ന്യൂക്ലിയർ ഫിഷൻ. In nuclear fission, a heavy nucleus when bombarded with neutrons split into two or more lighter nuclei. Nuclear fission എന്താ നടക്കുന്നത്? ഒരു ഹെവി ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ന്യൂട്രോണുമായിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ അവർ എന്തായിട്ട് മാറുന്നുണ്ട്? രണ്ടോ രണ്ടിൽ കൂടുതലോ ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു വിത്ത് ദ എമിഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. അതിനെ വിളിച്ച പേരാണ് എന്ത്? ന്യൂക്ലിയർ ഫിഷൻ. അതിന്റെ ഈ ഒരു റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഹെവിയർ ന്യൂക്ലിയൈ. ആ ഹെവിയർ ന്യൂക്ലിയൈ ന്യൂട്രോൺ ആയിട്ട് ബോംബാർഡ് ചെയ്യുന്നു. ബോംബാർഡ് ചെയ്യുമ്പോൾ നോക്ക്, പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള യുറാനിയം 23692 ആയിട്ട് മാറുന്നു. അത് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് 14456 ബേരിയം, ക്രിപ്റ്റോൺ 3 ന്യൂട്രോൺസ് ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അവിടെ നമ്മൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടോ? വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ? ഗീവ് വൺ എക്സാമ്പിൾ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് ഗീവ് വൺ എക്സാമ്പിൾ. കണ്ടോ? കറക്റ്റ് ഈ ഒരു സ്ലൈഡ് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഈ ന്യൂക്ലിയർ ഫിഷൻ? ഹെവി ന്യൂക്ലിയസ് ആൻഡ് ബോംബാർഡ്. ഒരു ഹെവി ന്യൂക്ലിയസ് ന്യൂട്രോൺ ആയിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ്സ് ഇൻടു 2 or more lighter nuclei with the emission of large amount of energy. That is known as nuclear fission. ആ ഒരു റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. നെക്സ്റ്റ് അടുത്തതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിഷൻ കഴിഞ്ഞു, ഇനി അടുത്ത ഫ്യൂഷൻ. ഇൻ ന്യൂക്ലിയർ ഫ്യൂഷൻ when two light nuclei fuse to form a larger nucleus, energy is released. അതായത് രണ്ട് ലൈറ്റ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നടാ? ഫ്യൂസ് ചെയ്ത് ഒരു ലാർജർ ന്യൂക്ലിയർ ആയിട്ട് മാറുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1H1 + 1H1 gives 2H1 + electron + ന്യൂട്രിറ്റോ + 0.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. 2H1 2H1 കൂടെ ചേർന്ന് എന്താവും? ഹീലിയം ആയിട്ട് മാറും.
അതിന്റെ കൂടെ റിലീസ് ചെയ്യുന്ന എനർജിയാണ് 3.27 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇനി രണ്ട് ഡ്യൂട്ടീരിയം ചേർന്ന് 2H1 2H1 എന്ന രണ്ട് ഡ്യൂട്ടീരിയം ചേർന്ന് എന്ത് ചെയ്യുന്നു, ഒരു ട്രിഷ്യമായിട്ട് മാറുന്ന ഒരു പ്രോട്ടിയോം വരുന്നുണ്ട്. അതിന്റെ കൂടെ റിലീസ് ചെയ്യുന്ന എനർജിയാണ് 4.03 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഈ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫിഷന്റെയും ഫ്യൂഷന്റെയും ഡെഫിനിഷനും റിയാക്ഷനും മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്തത്, ഇനി ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നതെന്ന് അറിയാമോ? അത് എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ ഒക്കർ ചെയ്യുള്ളൂ. ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കേഴ്സ് അറ്റ് വെരി ഹയർ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് 10⁻⁹ Kelvin only. സോ ഇറ്റ് ഈസ്, അതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാടാ? തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വിളിക്കാം. ന്യൂക്ലിയർ ഫ്യൂഷന്റെ റിയാക്ഷൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. When two nuclei come closer, they should have enough energy to overcome the Coulombic repulsion barrier. നമുക്കറിയാം രണ്ട് ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ രണ്ടിലും പ്രോട്ടോൺ അല്ലേ? അങ്ങനെ രണ്ട് ന്യൂക്ലിയർ ക്ലോസർ ആയിട്ട് വരുവാണെങ്കിൽ, ഫ്യൂഷൻ നടത്താൻ ക്ലോസർ ആയിട്ട് വരുവാണെങ്കിൽ, അവർ ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കുന്ന ആ ഒരു എനർജി എന്തിനെ ഓവർകം ചെയ്യണം? അവർ തമ്മിൽ എന്തായാലും ഒരു കൂളോംബിക് ഫോഴ്സിന്റെ റിപ്പൾഷൻ ഉണ്ടാവത്തില്ലേ, രണ്ട് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്. ആ ഒരു കൂളോംബിക് റിപ്പൾഷൻ ബാരിയറിനെ ഓവർകം ചെയ്യുന്ന എനർജി വേണം നമ്മൾ കൊടുക്കാൻ. അതുകൊണ്ടാണ് അത് ഒക്കർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, അത്ര ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ ഒക്കർ ചെയ്യൂ. കാരണം ഒരു കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുന്നെങ്കിൽ അതിന് ഒരിക്കലും എന്തും പറ്റത്തില്ല, ആ കൂളോംബിക് റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഹയർ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ആ കൂളോംബിക് റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഓവർകം ചെയ്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഫ്യൂഷൻ നടക്കുള്ളൂ. ഇത് ന്യൂക്ലിയർ ഗെറ്റ് എനഫ് കൈനറ്റിക് എനർജി ടു ഓവർകം ദ കൂളോംബിക് റിപ്പൾഷൻ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ എന്ത് കിട്ടുള്ളൂ? ആ ഒരു കൂളോംബിക് റിപ്പൾഷൻ ഓവർകം ചെയ്യാനുള്ള എനഫ് കൈനറ്റിക് എനർജി ന്യൂക്ലിയർക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയർ ഫ്യൂഷൻ എപ്പോഴും നടക്കുന്നത് എവിടെ ആയിരിക്കും? ഹയർ ടെമ്പറേച്ചേഴ്സിൽ നടക്കുള്ളൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തൊരു നമ്മുടെ ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയി പാർട്ട് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. പറയണം എന്തൊക്കെയാണ് ഡിഫറൻസ്? നമുക്ക് ഫിഷൻ ഇവിടെ എഴുതാം, ഫ്യൂഷൻ ഇവിടെ എഴുതാം. പറഞ്ഞ എന്തൊക്കെയാ ഡിഫറൻസ് എന്ന്? ഫിഷനിലാവുമ്പോൾ എന്താ നടക്കുന്നത്? രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് നിന്ന് ഒരു ഹെവിയർ ന്യൂക്ലിയസ് എന്നീ സ്പ്ലിറ്റ് ചെയ്യും. രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യും, അതാണ് ഫിഷൻ. ഫ്യൂഷനിൽ എന്താ നടക്കുന്നത്? രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് ചേർന്ന് ഒരു ഹെവിയർ ന്യൂക്ലിയായിട്ട് മാറും. ഇനി ഫിഷൻ എന്തിലായിട്ട് ഹൈ ടെമ്പറേച്ചർ വേണമെന്നൊന്നുമില്ല ഫിഷൻ നടക്കാം. പക്ഷെ ഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഹൈ ടെമ്പറേച്ചർ വേണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഫിഷൻ ജനറലി എന്തിൽ ഒക്കർ ചെയ്യില്ല? നാച്ചുറലി ഒക്കർ ഒന്നും ചെയ്യാറില്ല ഫിഷൻ. പക്ഷെ ഫ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നാച്ചുറലി നമ്മുടെ സ്റ്റാർസിലൊക്കെ നടക്കുന്ന എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പൊ സ്റ്റാർസിലൊക്കെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ ഫിഷൻ നടക്കുന്ന ഫിഷന്റെ ഒരു എക്സാമ്പിൾ, അറ്റോമിക് ബോംബൊക്കെ വർക്ക് ചെയ്യുന്നത് ആരുടെ റിലേറ്റ് ചെയ്തിട്ടാണ്? ഫിഷന്റെ പ്രിൻസിപ്പിൾ പ്രകാരമാണ് അറ്റോമിക് ബോംബൊക്കെ ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോംബൊക്കെ ആണെങ്കിൽ ഫ്യൂഷന്റെ ഇതിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ഫിഷനും തമ്മിലുള്ള ഡിഫറൻസ് ഏതാന്ന് ചോദിച്ചാൽ, ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെവിയർ ന്യൂക്ലിയർ രണ്ട് ലൈറ്റർ ന്യൂക്ലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഒരു ഹെവിയർ ന്യൂക്ലിയായിട്ട് മാറുന്നു. ഫിഷൻ ഒരു ലിറ്റിൽ എനർജി മതി നടക്കാൻ. ഫ്യൂഷൻ അതുപോലെ ഹൈ ടെമ്പറേച്ചർ, ഹൈ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂഷൻ നടക്കുള്ളൂ. ഇനി ഫ്യൂഷൻ ജനറലി ഒക്കർ ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർസിലൊക്കെ എന്താണ്? ഫ്യൂഷൻ ആണ് നടക്കുന്നത്. പക്ഷെ ഫിഷൻ അങ്ങനെ ജനറലി നേച്ചുറൽ എന്ത് ചെയ്യാറില്ല, നാച്ചുറലി ആയിട്ട് ഒക്കർ ചെയ്യാറില്ല. അതുപോലെ ഫിഷന് ഒരു എക്സാമ്പിൾ ആണ് അറ്റോമിക് ബോംബ്, ഫ്യൂഷൻ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ബോംബ്. വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഒക്കെ എന്താണ്? ഫ്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? ഓക്കെ. അടുത്തത്, കാൽക്കുലേറ്റ് എനർജി റിലീസ്ഡ് ഇൻ ദ ന്യൂക്ലിയർ റിയാക്ഷൻ ഷോൺ ബിലോ. അതായത് ഈ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഇവിടുന്ന് എനർജി റിലീസ് ചെയ്തത് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? എനർജി റിലീസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ആദ്യം ഡെൽറ്റ എം കണ്ടുപിടിക്കണം. ഡെൽറ്റ എം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം രണ്ട് 2H1 രണ്ട് 2H1 ചേർന്ന് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുക. അപ്പൊ ഡെൽറ്റയും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 2 ഇൻറ്റു ഇവിടെ 2 പേരില്ലേ, അപ്പൊ 2 ഇൻറ്റു ഒരു 2H1ന്റെ മാസ് എത്രയാ? 2 ഇൻറ്റു 2.014102 മൈനസ് എന്തായിട്ടോ പറയാം? ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് എത്രയാ? 4.00026. അപ്പോൾ 2 ഇൻറ്റു 2.014102 മൈനസ് എന്ത് വരും ഇവിടെ? ഹീലിയത്തിന്റെ ന്യൂക്ലിയസിന്റെ മാസ് ആയിട്ടുള്ള 4.0026. അപ്പോൾ ഇത് എത്ര കിട്ടും? 0.0250604 എന്ന് കിട്ടും. ഡെൽറ്റ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.0 ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 0.0250604 എന്ന് കിട്ടും. ഇത് ഡെൽറ്റ എം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്?
നമുക്ക് എനർജി റിലീസ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, എനർജി റിലീസ്ഡ്. അപ്പൊ എനർജി റിലീസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കടാ? എനർജി റിലീസ്ഡ് ഡെൽറ്റ നമുക്ക് കിട്ടി. അപ്പൊ എനർജി റിലീസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇത് AMUലല്ലേ കിട്ടുന്നത്, ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എനർജിയിലാക്കാൻ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 0.025604 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? നമ്മുടെ ആൻസർ കിട്ടും കേട്ടോ. കാൽക്കുലേറ്റർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഡെൽറ്റ AM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റിയാക്റ്റന്റിൽ നിന്ന് പ്രൊഡക്റ്റ് കുറയ്ക്കുക. റിയാക്റ്റന്റ് 2 പേരുള്ളതുകൊണ്ടാണ് 2 × 2.014102 എടുത്തത്. മൈനസ് എന്താണ്? 4.0026. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടെന്നേ ഉള്ളൂ. എക്സാമിന് അങ്ങനെ ഈ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ഇതിലോട്ട് പോവാം. ഇത് എക്സാമിന് ഇതുവരെ അങ്ങനെ ചോദിച്ചതും കണ്ടിട്ടൊന്നുമില്ല, ഇപ്പം അങ്ങനെ ചോദിക്കാറുമില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ജസ്റ്റ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് കൂടുതൽ പറയാത്ത. ബാക്കിയുള്ള ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. എനർജി ജനറേഷൻ ഇൻ സ്റ്റാർസ്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാർസിൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്യൂഷൻ വഴിയാണ്. ഇത് ഫ്യൂഷൻ റിയാക്ഷൻ ഇൻ ദ സൺ ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ഇൻ വിച്ച് ദ ഹൈഡ്രജൻ ഈസ് ബേൺഡ് ഇൻ ടു ഹീലിയം. ഫ്യൂഷൻ, അതായത് സ്റ്റാർസിൽ നടക്കുന്ന ഫ്യൂഷൻ അല്ലെങ്കിൽ സണ്ണിൽ നടക്കുന്ന, സണ്ണ് ഒരു സ്റ്റാർ അല്ലേ, ആ സണ്ണിൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ്. അവിടെ എന്ത് നടക്കുന്നു? ഹൈഡ്രജൻ ബേൺ ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഹീലിയം ആയിട്ട് മാറുന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ്, ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ. പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ. അവിടെയുള്ള സ്റ്റെപ്സ് ആണ് ഈ പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിളിന്റെ സ്റ്റെപ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. 1H1 + 1H1 ഗീസ് 2H1 + ഇലക്ട്രോൺ + ന്യൂട്രിറ്റോ + 0.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ ഒരു ഇലക്ട്രോൺ ആന്റി ന്യൂട്രോണിൽ വിളിച്ചത് എന്ത് ചെയ്യുന്നു? 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യുന്നു. പിന്നെ അടുത്തൊരു 2H1 1H1 ചേർന്നൊരു ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. പിന്നെ 3He2 3 ഹീലിയം ചേർന്ന് 4 ഹീലിയം 2. ജസ്റ്റ് ഈ ഒരു റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കാം. റിയാക്ഷൻ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ടോപ്പിക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടിരുന്നാൽ മതി. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഫോർ ദ ഫോർത്ത് റിയാക്ഷൻ ടു ഒക്കർ, ഈ ഒരു നാലാമത്തെ റിയാക്ഷൻ എന്ത് ചെയ്യണം? ഒക്കർ ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് 3 റിയാക്ഷൻസ് എന്ത് ചെയ്യണം? അറ്റോയ്സ് 2 തവണ എന്ത് ചെയ്യണം? ഒക്കർ ചെയ്യണം. ഇൻ വിച്ച് കേസ് 2 ലൈറ്റ് ഹീലിയം ന്യൂക്ലിയസ് യുണൈറ്റ് ടു ഫോം ഓർഡിനറി ഹീലിയം ന്യൂക്ലിയസ്. അവിടെ വെച്ച് എന്ത് ചെയ്യും? 2 ലൈറ്റ് ഹീലിയം ന്യൂക്ലിയസ് എന്ത് ചെയ്യും? യുണൈറ്റ് ചെയ്ത് ഒരു ഓർഡിനറി ഹീലിയം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ജസ്റ്റ് ഈ ഒരു എനർജി ജനറേഷൻ സ്റ്റാർസ് ഫ്യൂഷൻ വഴിയാണെന്നും അവിടെയുള്ള ആ ഒരു പ്രോട്ടോൺ സൈക്കിളിന് ഈ 4 സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതിൽ നിന്ന് അങ്ങനെ എക്സാം ചോദിച്ചിട്ടില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുന്നുണ്ട്. ഇത് അങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്യണ്ട. ബാക്കി ഇതിൽ നിന്നുള്ള ആ ഒരു ന്യൂക്ലിയർ ഡെൻസിറ്റിയും റേഡിയയും ബൈൻഡിങ് എനർജി കർവും ഐസോടോപ്പ് ഐസോബാർ ഐസോട്ടോൺസും അതൊക്കെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വളരെ കുഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു. ജസ്റ്റ് നമുക്ക് ഡെഫിനിഷനോ അല്ലെങ്കിൽ ഇക്വേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക? ഈ ചാപ്റ്ററിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വയ്ക്കുക. സ്കിപ്പ് ചെയ്യാതിരിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.